Hi students, welcome to my channel Learn with Revati. നമുക്കിന്ന് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ DLED സെമസ്റ്റർ 1 പേപ്പർ 105 ഗണിതം പഠനവും ബോധനവും യൂണിറ്റ് 3 ഗണിത പഠന സമീപനവും പഠനബോധന രീതികളും തന്ത്രങ്ങളും എന്ന ചാപ്റ്റർ നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിതശാസ്ത്രം കുട്ടികൾക്ക് ലളിതവും കാര്യക്ഷമവുമായും വിനിമയം ചെയ്യുന്നതിനായി അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ബോധന സമീപനങ്ങളും രീതികളും തന്ത്രങ്ങളുമാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിരവധി ബോധന രീതികൾ, സമീപനങ്ങൾ, തന്ത്രങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ഇതെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗണിത പഠന സമീപനങ്ങൾ നോക്കുമ്പോൾ അപ്രോച്ചസ് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് നോക്കുമ്പോൾ രണ്ട് തരത്തിലാണുള്ളത്. ഗണിത പഠനത്തെ മനഃശാസ്ത്രപരമായി സമീപിക്കുന്നതിന് രണ്ട് പ്രധാന ആശയങ്ങൾ നിലവിലുണ്ട്. പെരുമാറ്റവാദ സമീപനവും ജ്ഞാനനിർമ്മിതിവാദ സമീപനവും. ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ് ആദ്യത്തേത്. പെരുമാറ്റവാദ സമീപനം. കുട്ടികൾ അറിവ് സ്വീകരിക്കുന്ന കേവല പാത്രങ്ങളായി ഈ സമീപനം കാണുന്നു. ആവർത്തനത്തിലൂടെ നിരന്തരമായ പരിശീലനത്തിലൂടെയും ഗണിതക്രിയകൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെങ്കിലും കുട്ടികളിൽ യുക്തിചിന്തയോ ആഴത്തിലുള്ള ആശയഗ്രഹണമോ വളർത്താൻ ഇതിന് സാധിക്കുന്നില്ല. പരിമിതികളുണ്ടല്ലേ. കുട്ടികൾ അറിവ് സ്വീകരിക്കുന്ന കേവല പാത്രങ്ങളായി മാത്രമാണ് ഈ സമീപനം കാണുന്നത്. അതുമാത്രമല്ല, കുട്ടി ആവർത്തിച്ച് പഠിക്കുന്നു, നിരന്തരം പരിശീലിക്കുന്നു, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുട്ടി മനഃപ്പാഠമാക്കുന്നതിലുപരി കുട്ടിക്ക് യുക്തിപരമായി സ്വയം ചിന്തിക്കാനോ ആശയഗ്രഹണം നടത്താനോ കഴിവുകളെ വളർത്താനോ പരിമിതികളുണ്ട്. ദീർഘകാലം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ സ്വയം അറിവ് നിർമ്മിക്കണം, അല്ലേ? പക്ഷെ ജ്ഞാനനിർമ്മിതിവാദത്തിലേക്ക് എത്തുമ്പോൾ പിയാഷെയും വൈഗോട്സ്കിയും ഒക്കെ പറഞ്ഞതുപോലെ കുട്ടി സ്വന്തമായി അറിവ് നിർമ്മിക്കുന്നു. ചുറ്റുപാടിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് സ്വന്തമായി അറിവ് നിർമ്മിച്ച് ഉള്ള അറിവിലേക്ക് പുതിയ അറിവുകൾ പുതുക്കുന്നു, അല്ലെ? അതുപോലെ തന്നെയാണ് ജ്ഞാനനിർമ്മിതിവാദ സമീപനം. നിലവിലുള്ള പാഠ്യപദ്ധതി വിഭാവന ചെയ്യുന്ന പ്രധാന സമീപനമാണിത്. നമ്മുടെ പാഠ്യപദ്ധതി ഇപ്പോൾ ഈ ഒരു സമീപനമാണ് വിഭാവന ചെയ്യുന്നത്, അല്ലെ? കുട്ടി കേന്ദ്രീകൃതമാണ് ഇപ്പോൾ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപനവും കുട്ടി കേന്ദ്രീകൃതമായിരിക്കണം. കുട്ടികൾക്ക് അവരുടെ മുൻ അനുഭവങ്ങളുടെയും ചുറ്റുപാടുകളുടെയും അടിസ്ഥാനത്തിൽ സ്വയം അറിവ് നിർമ്മിക്കാനുള്ള ഒരു സമീപനമാണ്, നിർമ്മിക്കാനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു സമീപനം കൊടുക്കുന്നത്. പിയാഷെ, വൈഗോട്സ്കി തുടങ്ങിയ മനഃശാസ്ത്രജ്ഞരുടെ ആശയങ്ങൾ ഇതിന് അടിത്തറയേകുന്നുമുണ്ട്. ഇതിലെ മേന്മ എന്താ? കുട്ടികൾക്ക് ഗണിതാശയങ്ങൾ വെറും ഒരു സൂത്രവാക്യമായി കാണാതെ അതിന്റെ യഥാർത്ഥ യുക്തി മനസ്സിലാക്കാൻ ജ്ഞാനനിർമ്മിതിവാദ സമീപനം സഹായിക്കുന്നു. അപ്പൊ ഗണിതാശയങ്ങൾ വെറും ഒരു സൂത്രവാക്യമാക്കി മാത്രം പഠിക്കാതെ അതിന്റെ യുക്തി മനസ്സിലാക്കി ആഴത്തിൽ അതിനെ പഠിക്കാനായിട്ട് ജ്ഞാനനിർമ്മിതിവാദ സമീപനം സഹായിക്കുന്നു. കുട്ടി സ്വയം കണ്ടെത്തലുകൾ നടത്തുന്നതിലൂടെ കുട്ടിക്ക് ദീർഘകാല ഓർമ്മ നിലനിർത്താൻ ഈ ഒരു പഠനം സഹായിക്കുന്നുണ്ട്. ഇനി ബോധന രീതികളുണ്ട്. ബോധന രീതികളും ബോധന തന്ത്രങ്ങളും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാറിപ്പോകരുത്. ബോധന രീതികൾ. ക്ലാസ് മുറികളിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ താഴെ പറയുന്ന ബോധന രീതികൾ അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബോധന രീതികൾ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ആദ്യത്തേത് ആഗമന രീതി, നെക്സ്റ്റ് നിഗമന രീതി, അപഗ്രഥന രീതി, സംശ്ലേഷണ രീതി. അതിൽ ആദ്യത്തെ ആഗമന രീതി എന്താണ്? പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഉദാഹരണത്തിൽ നിന്ന് തത്വത്തിലേക്ക് എത്തുന്നതാണ്. എപ്പോഴും വൺ വേർഡ് ചോദിക്കാറുള്ളതാണ്. പ്രത്യേക നിരീക്ഷണങ്ങളിൽ നിന്നും ഉദാഹരണങ്ങളിൽ നിന്നും പൊതുവായ നിഗമനങ്ങളിലേക്ക്, സൂത്രവാക്യങ്ങളിലേക്ക് എത്തുന്ന രീതിയാണ് ആഗമന രീതി. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഉദാഹരണത്തിൽ നിന്ന് പൊതുവായ ഒരു തത്വത്തിലേക്ക്. ഉദാഹരണത്തിന്, കുട്ടികൾക്ക് വ്യത്യസ്ത അളവുകളിലുള്ള ചതുരങ്ങൾ നൽകി അവയുടെ നീളവും വീതിയും അളക്കാനും പരപ്പളവ് കണ്ടെത്താനും ആവശ്യപ്പെടുന്നു. തുടർന്ന് എല്ലാ ചതുരങ്ങളിലും നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോൾ പരപ്പളവ് ലഭിക്കുന്നു എന്ന് കുട്ടികൾ സ്വന്തം കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന്, ഒരുപാട് നിരീക്ഷണങ്ങളിൽ നിന്നും ഒരു പൊതുവായ തത്വത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ തത്വത്തിലേക്ക് ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡാണ്. പർട്ടിക്കുലർ ടു ജനറൽ. മേന്മകളാണെങ്കിലോ ശാസ്ത്രീയമായ അന്വേഷണ മനോഭാവം വളർത്തുന്നു. പഠനം ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുന്നു. സ്വന്തമായി പഠിക്കുന്നത് കൊണ്ടും സ്വന്തമായി കണ്ടെത്തുന്നത് കൊണ്ടും നിരവധി ഉദാഹരണങ്ങളിലൂടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് ദീർഘകാലം ഓർമ്മയായിട്ട് ഈ പഠിച്ചതെല്ലാം നിലനിൽക്കും മൈൻഡിൽ. ഇനി പരിമിതിയുണ്ട് ഇതിന്. കൂടുതൽ സമയമെടുക്കും, അല്ലെ? കുട്ടി സ്വന്തമായി ഉദാഹരണങ്ങളിലൂടെ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ക്ലാസ് റൂമിൽ ഒരുപാട് സമയമെടുത്തായിരിക്കും ഓരോ കുട്ടികളും ഇത് ചെയ്യുന്നത്. എല്ലാ പാഠഭാഗങ്ങളും ചിലപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു പോകാൻ പറ്റിയെന്ന് വരില്ല. സമയപരിമിതിയുണ്ട്, സിലബസ് തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം
എല്ലാ ക്ലാസ്സുകളിലും എല്ലാ പാഠഭാഗങ്ങളിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം മേന്മകളും പരിമിതികളും പഠിക്കണം ഓരോ രീതിയുടെയും. നിഗമന രീതിയാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ആദ്യം നമ്മൾ പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ജനറൽ ടു പർട്ടിക്കുലർ ആണ്. പൊതുവായൊരു തത്വവും നിയമവും ഒക്കെ ഉപയോഗിച്ച് സൂത്രവാക്യമൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്നും പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ പൊതുവായൊരു തത്വമോ നിയമമോ സൂത്രവാക്യമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഉദാഹരണത്തിലേക്ക്, ആദ്യത്തെ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ ഒന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ പൊതുവായ ഒന്നിൽ നിന്ന് ഉദാഹരണത്തിലേക്ക്, ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ഉദാഹരണത്തിന് ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം A=1 × B ആണെന്ന് അധ്യാപകൻ ആദ്യം ബോർഡിൽ എഴുതുന്നു. തുടർന്ന് വ്യത്യസ്ത അളവുകൾ നൽകി കുട്ടികളെ കൊണ്ട് കണക്കുകൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൂത്രവാക്യം നൽകിയതിന് ശേഷം ആ സൂത്രവാക്യത്തിൽ നിന്നാണ് കുട്ടി എന്ത് കണ്ടെത്തുന്നത്, ഉത്തരത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിരവധി ഉദാഹരണങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളിലേക്ക് എത്തുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാം, വേഗത്തിൽ പ്രശ്നപരിഹാരം സാധ്യമാകുന്നു. ഇതൊക്കെ മേന്മകളാണ്. പെട്ടെന്ന് കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്. പിന്നെ സമയം വളരെ കുറച്ച് മതി. പക്ഷെ പരിമിതി എന്താ, ഇതൊരു യാന്ത്രികമായ രീതിയാണ്. കുട്ടികളെ ചിന്താശേഷി കുറയ്ക്കുകയും മനഃപ്പാഠമാക്കലിന് പ്രാധാന്യം വരികയും ചെയ്യുന്നു. സ്വന്തമായി ചിന്തിച്ച് നിരവധി രീതികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിരവധി ഉദാഹരണങ്ങളിലൂടെ കുട്ടി ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഒരൊറ്റ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരൊറ്റ നിയമം ഉപയോഗിച്ച് കുട്ടികൾ അത് ചെയ്യുവാണ്. അപ്പോൾ അത് മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായി യുക്തി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് ഇവിടുത്തെ പരിമിതിയായിട്ട് വരുന്നത്. അപഗ്രഥന രീതിയും അതുപോലെ തന്നെ സംശ്ലേഷണ രീതിയും. അനലിറ്റിക് മെത്തേഡ്, സിന്തറ്റിക് മെത്തേഡ്. അനലിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് അൺനോൺ ടു നോൺ ആണ്, അത്രേ ഉള്ളൂ. അറിയാത്ത അല്ലെങ്കിൽ തെളിയിക്കേണ്ട ഒരു ഗണിത വസ്തുവിൽ നിന്നും തുടങ്ങി തന്നിട്ടുള്ള വിവരങ്ങളിലേക്ക് എത്തുന്ന രീതി. അറിയാത്ത ഒന്നിൽ നിന്നും അറിയുന്നതിലേക്ക് എത്തുന്ന രീതിയാണ് അപഗ്രഥന രീതി എന്ന് പറയുന്നത്. അൺനോൺ ടു നോൺ എന്ന് എഴുതി വെക്കുക. സങ്കീർണമായ പ്രശ്നങ്ങളെ ലഘുവായ ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാൻ ഇത് സഹായിക്കുന്നു. അറിയാത്ത ഒന്നിൽ നിന്ന് അറിയുന്ന ഒന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്ത്, അപഗ്രഥന രീതി. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സംശ്ലേഷണ രീതി, സിന്തറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, തന്നിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാവുന്ന വിവരങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയൊരു നിഗമനത്തിലേക്ക് എത്തുന്ന രീതിയാണിത്. നോൺ ടു അൺനോൺ ആണ്. സാധാരണയായി ഗണിതത്തിലെ സിദ്ധാന്തങ്ങൾ തെളിയിക്കൽ അപഗ്രഥന രീതിക്ക് ശേഷം ഈ രീതി ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് പഠനബോധന തന്ത്രങ്ങൾ. ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പഠനബോധന രീതികളാണ് ടീച്ചർ ഉപയോഗിക്കേണ്ടത്. ആഗമന രീതിയും നിഗമന രീതിയും അപഗ്രഥന രീതിയും സംശ്ലേഷണ രീതിയും ഒക്കെ. ഇനി തന്ത്രങ്ങളാണ്. പ്രവർത്തനാധിഷ്ഠിത തന്ത്രം, സഹകരണ പഠനതന്ത്രം, ഗണിത കളികളും പസിലുകളും. ഗണിത ക്ലാസുകൾ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളാണ് ഇവയെല്ലാം. പ്രവർത്തനാധിഷ്ഠിത തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണല്ലേ. അബാക്കസ്, ചതുരക്കട്ടകൾ, മാതൃകകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് നേരിട്ട് തൊട്ടെറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കുട്ടിക്ക് അവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുവാണ്. പ്രവർത്തനാധിഷ്ഠിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിലൂടെ പഠിക്കുക, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണല്ലേ. പഠനബോധന തന്ത്രങ്ങളിലാണ് ഇത് പെടുന്നത്. കുട്ടി പ്രവൃത്തിയിലൂടെ പഠിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒബ്ജക്ട്സ് കൊടുക്കുന്നു. അബാക്കസ്, ചതുരക്കട്ടകൾ, മാതൃകകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് കുട്ടി തൊട്ടും കണ്ടും മനസ്സിലാക്കിയും പഠിക്കുന്നു. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ് പ്രവർത്തനാധിഷ്ഠിത തന്ത്രം. സഹകരണ പഠനം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ലേണിംഗ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെ. ഗ്രൂപ്പായി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ പങ്കുവെക്കാൻ സാധിക്കുന്നു. പുതിയ അറിവുകൾ ഇങ്ങോട്ട് എടുക്കാനും തൻ്റെ അറിവുകൾ അങ്ങോട്ട് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ശരി തെറ്റുകൾ മനസ്സിലാക്കി പോകാൻ. അതുപോലെ സഹകരണപരമായിട്ട് സാമൂഹികപരമായിട്ട് ഇടപെട്ട് പഠിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട് സഹകരണ പഠനത്തിൽ. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും കുട്ടികൾ പരസ്പരം സഹായിച്ച് ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇത് ഒരു ഗണിത പഠനബോധന തന്ത്രമാണ്, സഹകരണ പഠനം. പിന്നെ കളികളും പസിലുകളും, ഗെയിംസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എപ്പോഴും ഗെയിംസ് എന്തിനാ, ഗണിതത്തിലെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് കുട്ടിക്ക് പരിഹരിക്കാൻ, അതുപോലെ ഗണിതത്തോടുള്ള ഭയം മാറി വളരെ അട്രാക്റ്റീവായിട്ട് ഇൻട്രാക്റ്റ് ആയിട്ട് കുട്ടിക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കളികളിലൂടെയും പസിലിലൂടെയൊക്കെയുള്ള പഠനം സഹായിക്കും. കുട്ടികളിൽ ഗണിതത്തോടുള്ള ഭയം ഇല്ലാതാക്കാനും വിനോദത്തിലൂടെ യുക്തിചിന്ത, നോട്ട് ദി പോയിന്റ്, വിനോദത്തിലൂടെ യുക്തിചിന്ത വളർത്താൻ അല്ലെ. കുട്ടി കളികളിലൂടെയും അല്ലെങ്കിൽ ഗെയിംസിലൂടെ പഠിക്കുവാണ്, അവിടെ വിനോദമാണ് അല്ലെ, പ്ലേഫുള്ളാണ് അവിടെ. പക്ഷെ അതിൽ നിന്ന് കുട്ടി യുക്തിപരമായിട്ടുള്ള ചിന്തകളിലേക്ക് എത്തുവാണ്, പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഭയമില്ലാതാവുകയും ആ ഒരു ലാംഗ്വേജിനോട് അടുപ്പമുണ്ടാവുകയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഗണിത കളികൾ, പസിലുകളെല്ലാം മറ്റൊരു തന്ത്രമാണ് പഠനബോധന തന്ത്രം.
ഇനി എന്തൊക്കെയാണ് അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത്? മൂർത്താവസ്ഥയിൽ നിന്ന് അമൂർത്താവസ്ഥയിലേക്ക്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. നമുക്കറിയാം ഗണിതാശയം അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് അല്ലേ? ഒരു അമൂർത്താവസ്ഥയിലുള്ള അല്ലെങ്കിൽ അമൂർത്ത ചിന്തനമാണ് ഗണിതത്തിന്. അമൂർത്തമായ രീതിയിലുള്ളതിനെ മൂർത്തമായ രീതിയിലാക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ആദ്യം എണ്ണാൻ കഴിയുന്ന വസ്തുക്കൾ, പെൻസിൽ, മുത്തുകൾ എന്നിവ നൽകണം. അതിനുശേഷം മാത്രമേ സംഖ്യകൾ, സമവാക്യങ്ങൾ തുടങ്ങിയ അമൂർത്ത ആശയങ്ങളിലേക്ക് പോകാവൂ. അമൂർത്ത ആശയങ്ങളാണ് സംഖ്യകൾ, സമവാക്യങ്ങൾ എന്നിവയല്ല. ഈ സംഖ്യകളും സമവാക്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഒബ്ജക്ട്സ് ഉപയോഗിക്കല്ലേ. അതാണ് പെൻസിലുകൾ, മുത്തുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് മൂർത്തമായ പഠനം. അമൂർത്തമായ ഒന്ന് ആദ്യം തന്നെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു 1ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് ചുമ്മാ ഇക്വേഷൻ ഇട്ട് ക്ലാസ് നമ്മൾ എടുക്കില്ല അല്ലേ? ആ കുട്ടിക്ക് ആദ്യം തന്നെ മൂർത്തമായ മനോഭാവമാണ് നമ്മൾ കൊടുക്കേണ്ടത്. മൂർത്തമായ മനോഭാവത്തിലുള്ള പഠനമാണ് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ പെൻസിലുകൾ, മുത്തുകൾ, ഇപ്പോൾ പിക്ചേഴ്സ് വെച്ച്, ഒബ്ജക്ട്സ് വെച്ചിട്ടൊക്കെ നമ്മൾ മൂർത്തമായ രീതിയിൽ കുട്ടിയെ പഠിപ്പിച്ചിട്ട് അമൂർത്തമായ രീതിയിലേക്ക് സംഖ്യകൾ, സമവാക്യങ്ങൾ, ഇക്വേഷൻസിലേക്കൊക്കെ എത്തിക്കുന്നു. ഇനി നെക്സ്റ്റ് ചിന്തയുടെ ഗണിതവൽക്കരണം. NCF 2005 മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF 2005 അനുസരിച്ച് ഗണിത പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചിന്താശേഷിയെ ഗണിതവൽക്കരിക്കുക. വൺ വേർഡായിട്ട് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. NCF 2005 പ്രധാന ലക്ഷ്യം, ഗണിത പഠനത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് അതിൽ പറഞ്ഞേക്കുന്നത് ചിന്തയുടെ ഗണിതവൽക്കരണമാണ്. കുട്ടികൾ കേവലം കണക്കുകൂട്ടലുകൾ പഠിക്കുന്നതിനപ്പുറം യുക്തിപൂർവ്വം ചിന്തിക്കാൻ പ്രാപ്തരാകണമെന്നാണ് ആ ഒരു ചട്ടക്കൂടിൽ പറയുന്നത്. ഇനി സ്വയം വിലയിരുത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ നോക്കാം. പ്രത്യേക ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വങ്ങളിലേക്ക് എത്തുന്ന ബോധന രീതി അല്ലെ? ഏതാണ്? ആഗമന രീതിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു കുറേ ഉദാഹരണങ്ങൾ ആദ്യം നൽകിയിട്ട് ആ ഉദാഹരണത്തിൽ നിന്ന് പൊതുവായ ഒന്നിലേക്ക് എത്തുന്നത് ആഗമന രീതിയാണ്, ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഇനി ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നിഗമന രീതി എന്ന് പറയുന്നത് ഉദാഹരണങ്ങളല്ലാതെ പൊതു തത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമവാക്യത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് എത്തുന്നതാണ്. NCF 2005 വിഭാവന ചെയ്യുന്ന ഗണിത പഠനത്തിന്റെ ഉദാത്തമായ ലക്ഷ്യം എന്ത്? ചിന്തയുടെ ഗണിതവൽക്കരണമാണ്. ജ്ഞാനനിർമ്മിതിവാദവും പെരുമാറ്റവാദവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ജ്ഞാനനിർമ്മിതിവാദം കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ്, കുട്ടിയുടെ ചിന്താശേഷി ഉയരുകയാണ്. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നതിലൂടെ ദീർഘകാലം അത് ഓർമ്മയിൽ നിൽക്കാനും യുക്തിപരമായിട്ടുള്ള ശേഷി, ആഴത്തിലുള്ള പഠനത്തിനുള്ള സാധ്യത എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇനി പെരുമാറ്റവാദ സമീപനം എന്ന് പറയുമ്പോൾ കുട്ടി അത് റിപ്പീറ്റ്ലി പഠിക്കുന്നുണ്ട്, പരിശീലിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ മനഃപ്പാഠമാക്കുക എന്ന വസ്തുതയാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് രീതികൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂണിറ്റ് 3 ആണ് നോക്കിയത്. യൂണിറ്റ് 3 അത്യാവശ്യം വരാൻ സാധ്യതയുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് 4ഉം 5ഉം 6ഉം കൂടി ഉണ്ട് സെമസ്റ്റർ 1-ൽ. അതും കൂടി അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്